അസ്മാബി ചങ്ങാതിയൻസ് 1979-81 ബാച്ച് സൗഹൃദ സംഗമം നടന്നു. 1979-81 ബാച്ച് അസ്മാബി ചങ്ങാതിയൻസ് പഴയ ക്ലാസ് റൂം ഓർമ്മകളുമായി കോളേജ് ക്യാമ്പസിൽ ഒത്തുചേർന്നു. വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത നിവാരണത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ചേർക്കാൻ സാമ്പത്തിക സഹായവുമായിട്ടാണ് ഈ കൂട്ടായ്മ സംഗമിച്ചത്. പ്രസിഡന്റ് KM മുഹമ്മദ് അഷ്റഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സംഗമത്തിൽ സെക്രട്ടറി ഹവ്വ ടീച്ചർ സ്വാഗതവും പ്രവർത്തന വിശദീകരണവും നടത്തി. ഈ കാലയളവിൽ മരണപ്പെട്ടുപോയ ഗോപിദാസ്, രാധാകൃഷ്ണൻ എന്നിവർക്കും വയനാട് ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്കും KA ഖദീജാബി ആദരാഞ്ജലികൾ അർപ്പിച്ചു സംസാരിച്ചു. ദുരിതാശ്വാസ നിധിയിലേക്ക് കൂട്ടുകാർ സഹകരിച്ചു നൽകിയ 1 ലക്ഷം രൂപ കയ്പമംഗലം MLA ടി ടൈസൺ മാസ്റ്റർക്ക് കൈമാറി. വളരെയധികം സാധ്യതകളും അതുപോലെ പ്രോത്സാഹനങ്ങൾ ലഭിക്കുന്ന ഏത് തരമുള്ള വിദ്യാർത്ഥികളുടെ പഴയ വിദ്യാർത്ഥികളുടെ ഓൾഡ് സ്റ്റുഡൻസിലേക്ക് കൂട്ടായ്മകൾ ശ്രദ്ധിക്കുമെന്ന് അറിയാം. വളരെ സന്തോഷപൂർവ്വമാണ് എല്ലാവരും തിരക്കും അകലവും ഒക്കെ പരിഗണിക്കാതെ തന്നെ ഇതിൽ പങ്കുചേരുന്നത്. പല സ്ഥലത്തും വിമാനത്തിൽ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് വന്നിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ നമുക്ക് കാണാൻ കഴിയും. അതിലൊരു പ്രാധാന്യം ഉൾക്കൊള്ളുന്നതാണ് അസ്മാബി ചങ്ങാതിയൻസ് നമ്മുടെ കുടുംബം ഈ സംഗമത്തിന്റെ മറ്റു കാര്യങ്ങൾ നടക്കുന്നതോടൊപ്പം തന്നെ വയനാട്ടിലുള്ള ഒരു ചെറിയ 1 ലക്ഷം രൂപ ഇവിടെ നൽകുന്നു. നമ്മുടെ സഹോദരിമാർ വലിയ ദുരന്തത്തിൽ അനുഭവപ്പെടുമ്പോൾ നാട് മുഴുവൻ അതിൽ പങ്കുചേരുക. ഞങ്ങൾ ആ സ്ഥലത്തെ സന്ദർശിച്ചു. നമുക്ക് മനസ്സിലാക്കി ഒരു പ്രാവശ്യം പോയാൽ നമുക്ക് അതിലേക്കുള്ളൊരു ഗൗരവസ്ഥിതി മനസ്സിലാക്കും. എത്ര തീക്ഷ്ണമായിട്ടുള്ള സാഹചര്യങ്ങളാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് മനസ്സിലാക്കും. ഞാൻ പോയ ദിവസം കണ്ട കാര്യം ഒരു 10-30 പൊതുവേഗങ്ങൾ സംസ്കരിക്കുന്ന ദിവസമാണ് ഞാൻ എത്തിയത്. അതെത്തിയ സമയത്ത് ആ സംസ്കരിക്കുന്നതിനുള്ള കല്ലൊക്കെ വെച്ച് സ്ഥാപിക്കപ്പെടുമ്പോഴും ആരാണ് ഇയാൾക്ക് വ്യക്തമല്ലാത്തൊരു ആളുകൾ, കൈ മാത്രമുള്ള ആളുകൾ, മറ്റ് ചേരാത്ത ആളുകൾ, ചില ആളുകളൊക്കെ ചേർത്ത് വെച്ചൊക്കെ വെച്ച് നോക്കി. അത് നമുക്ക് വിചാരിക്കുമ്പോൾ വളരെ തലേദിവസം രാത്രി ഉറങ്ങിക്കണം. ചടങ്ങിൽ സെക്രട്ടറി ഹവ്വ ടീച്ചറെയും MBBS പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ലക്ഷ്മി ശ്രീനിവാസനെയും മെമന്റോ നൽകി ടൈസൺ മാസ്റ്റർ ആദരിച്ചു. ഹവ്വ ടീച്ചർ മറുപടി പ്രസംഗം നടത്തി. തുടർന്ന് ട്രഷറർ ശ്രീനിവാസൻ നന്ദി പറഞ്ഞു.